Let's move on to the next question. Third question ആണ് 29th January shift 1 in the third question. Let's look. The molar conductivity of a weak electrolyte when plotted against the square root of its concentration, which of the following is expected to be observed? ഏതാ ചാപ്റ്റർ മക്കളെ? ഇലക്ട്രോ കെമിസ്ട്രി ചാപ്റ്ററാണ്. കണ്ടക്റ്റൻസ് എന്ന ടോപ്പിക്കിൽ വരുന്നതാണ് അല്ലേ? ഇലക്ട്രോളിറ്റിക് കണ്ടക്റ്റൻസ് എന്ന ടോപ്പിക്കിൽ അതിൽ റിലേഷൻ ബിറ്റ്വീൻ റൂട്ട് ഓഫ് കോൺസെൻട്രേഷൻ ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി, മോളാർ കണ്ടക്ടിവിറ്റിയും റൂട്ട് ഓഫ് കോൺസെൻട്രേഷനും തമ്മിലുള്ള റിലേഷനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൽ നിങ്ങൾക്കറിയാം മക്കളെ, ഇതിലിപ്പോൾ വീക്ക് ഇലക്ട്രോലൈറ്റിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. യു നോ ദാറ്റ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എ വീക്ക് ഇലക്ട്രോലൈറ്റ് റൂട്ട് ഓഫ് കോൺസെൻട്രേഷനായിട്ട് പ്ലോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ പഠിച്ചിട്ടുണ്ട് മക്കളെ. ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിനെ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും മക്കളെ? വീക്ക് ഇലക്ട്രോലൈറ്റിനെ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ ഡിസോസിയേഷൻ ഇൻക്രീസ് ചെയ്യും, നമ്പർ ഓഫ് അയോൺസ് ഇൻക്രീസ് ചെയ്യും. നമ്പർ ഓഫ് അയോൺസ് ടക്കെന്നും പറഞ്ഞ് കൂടും അല്ലേ? ഓസ്റ്റ്വാൾസ് ലോ കാരണം നമ്പർ ഓഫ് അയോൺസ് ടക്കെന്നും പറഞ്ഞ് കൂടും, ഡിസോസിയേഷൻ കൂടും. അപ്പോൾ നമ്പർ ഓഫ് അയോൺസ് കൂടുമ്പോൾ കണ്ടക്റ്റൻസിന് എന്ത് പറ്റും? മോളാർ കണ്ടക്റ്റൻസിന് എന്ത് പറ്റും? ടക്കെന്നും പറഞ്ഞ് ഷൂട്ട് ചെയ്യും. പതിയല്ല കൂടുക, ടക്കെന്നും പറഞ്ഞ് കൂടും. സോ ബേസിക്കലി നിങ്ങൾക്ക് ഗ്രാഫും പഠിച്ചിട്ടുണ്ട് മക്കളെ. ഇറ്റ് ഇൻക്രീസസ് ലൈക്ക് ദിസ് അല്ലേ? ഇറ്റ് ഇൻക്രീസസ് ലൈക്ക് ദിസ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന് അങ്ങനെയല്ല. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന് റൂട്ട് സി വേഴ്സസ് ലാംഡായം ഗ്രാഫ് ലീനിയർ ആണ്. എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്ത് നമുക്ക് ലിമിറ്റിംഗ് മോളാർ കണ്ടക്റ്റൻസ് ഒക്കെ കണ്ടെത്താൻ പറ്റും. ഒരു ലീനിയർ ഗ്രാഫാണ്. പക്ഷേ വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ആണെങ്കിൽ ടക്കെന്നും പറഞ്ഞ് കൂടും അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം ഓരോ ഓപ്ഷൻ. A small decrease in molar conductivity is observed at infinite dilution. Infinite dilution small decrease allalla. Infinite dilution നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ there's a big increase in molar conductance അല്ലേ? Small increase in molar conductivity is observed at infinite dilution. Very big increase is observed. അതും തെറ്റാണ്. Molar conductivity increases sharply with increase in concentration. Molar conductance increase sharply with increase in concentration. ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ നടത്തുമ്പോൾ മോളാർ കണ്ടക്റ്റൻസ് ഡിക്രീസ് അല്ലേ ചെയ്യുക? നമ്മൾ ഇവിടെ നിന്ന് ഈ ഗ്രാഫിന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് റീഡ് ചെയ്ത് നോക്കിക്കേ, മേളിൽ നിന്ന് താഴത്തേക്ക്. അതായത് റൂട്ട് ഓഫ് സി കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡിക്രീസ് ആണ് നടക്കുന്നത് അല്ലേ? ലാസ്റ്റ് വൺ നോക്കാം. മോളാർ കണ്ടക്ടിവിറ്റി ഡിക്രീസസ് ഷാർപ്ലി വിത്ത് ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ. ദാറ്റ്സ് കറക്റ്റ്. ടക്കെന്നും പറഞ്ഞതേ ഇവിടെ നിന്ന് ടക്കെന്നും പറഞ്ഞ് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ടക്കെന്നും പറഞ്ഞല്ല കുറയുന്നത് അല്ലേ? അത് ലീനിയർലി പതുക്കെയൊന്നും അല്ല കുറയുന്നത്. കോൺസെൻട്രേഷൻ കൂട്ടുമ്പോൾ ടക്കെന്നും പറഞ്ഞാൽ കുറയുന്നത്. സോ ബേസിക്കലി ഡിക്രീസസ് ഷാർപ്ലി വിത്ത് ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ. 53rd വണ്ണിൻ്റെ ആൻസർ 4 ആണ് കേട്ടോ. 4 വിൽ ബി ദി ആൻസർ. ഇസ് എ ക്ലിയർ?